ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ വന്നിരിക്കുകയാണ് പുതിയൊരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗെയിമിംഗ് വീഡിയോസ് ആയിരിക്കും ഗൈസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് കൂടെ അടിച്ചിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാ മൈൻക്രാഫ്റ്റ് അല്ല, മൈൻക്രാഫ്റ്റിൻ്റെ ഒരു മോഡ് പാക്ക് ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മോഡ് പാക്ക് സോംബി അപ്പോക്കലിപ്സിൻ്റെ ഒരു ഏകദേശം അങ്ങനത്തെ ഒരു വേർഷൻ പോലത്തെ ഒരു മോഡ് പാക്കാണ്. സോംബി അപ്പോക്കലിപ്സ് അല്ല, അതുപോലത്തെ ഒരു വേർഷൻ പോലത്തെ. അപ്പോൾ നമുക്ക് ഒക്കെ കളിച്ച് നോക്കാം. ഫസ്റ്റ് ഒരു ബുക്കും കാണുന്നുണ്ട്, നമുക്ക് തടി വെട്ടി തുടങ്ങാം ഗൈസ്. ഓക്കെ, ഈ പകല് അവന്മാർ വരുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന പകല് വരില്ല എന്ന് തോന്നുന്നു, രാത്രിയായിരിക്കും. പിന്നെ ഇത് നമ്മൾ സാധാ മൈൻക്രാഫ്റ്റിലെ സോംബീസിനെ പോലെയൊന്നുമല്ല. ഓരോ ഡ്രസ്സും പിന്നെ ഓരോ ഈ സിനിമയിലൊക്കെ കാണില്ല അതുപോലത്തെ സോംബീസൊക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ പടത്തിൽ അങ്ങനെയല്ല കണ്ടത്. ഞാൻ പിന്നെ ഇതൊരു വേറെ വെറൈറ്റി എന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയണമെങ്കിൽ ക്ഷമിക്കണം. യെസ്, ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. ഇല്ല, നമുക്ക് ചറപറ ക്രാഫ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രാത്രിയാവും. അതങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റോർ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ സോംബീസ് ഒന്ന് പഞ്ഞിക്കിടും. പിന്നെ ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കാം ഗൈസ്. നമുക്കിനി സ്റ്റോണൊന്ന് കണ്ടുപിടിച്ചിട്ട് സ്റ്റോൺ ടൂൾസ് ആവും ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കട്ടോ. നമ്മൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയതല്ലേ, നിങ്ങളപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ബാംബു ഫോറസ്റ്റാണ് ഗൈസ് പോണത്. ഓ, തണ്ണിമത്തൻ എടുക്കാൻ എൻ്റെ കയ്യിൽ ആക്സ് ഇല്ല. വേവും, ഇതൊരു കേവല്ലേ. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്റ്റോൺ എടുക്കാം. ഓ, കോളും ഉണ്ട് നൈസ്. സ്റ്റോൺ എടുക്കാം. പിന്നെ ഈ വീഡിയോ ഒത്തിരി ലോങ്ങൊന്നും അല്ലായിരിക്കും കേട്ടോ. ഇത് ഒത്തിരി ഉണ്ടാകത്തില്ല, ഒരു 8-7 മിനിറ്റേ ഉണ്ടാകത്തുള്ളൂ. എനിക്കറിയത്തില്ല ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് കോൾ എടുക്കാം. ഓക്കെ, ന്യൂ അച്ചീവ്മെൻറ്റ്. നമുക്ക് കോൾ എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ഫുഡും തയ്യാറാക്കണം, പിന്നെ ടോർച്ച് എന്തായാലും വേണം. കാരണം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെട്ടം വേണം. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് സാധാ സോംബിനെ പോലെ അല്ല എന്ന് തോന്നുന്നു, കുറച്ച് സ്പീഡ് ഉണ്ടെന്നാണ് കേട്ടത്, അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞു തരിക. നോക്കട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തേക്ക്. ഓക്കെ, നമുക്ക് കോളും കാര്യങ്ങളൊക്കെ എടുക്കാം. അയ്യോ, രാത്രിയാവും ഗൈസ്. നമുക്ക് ഈ തണ്ണിമത്തനൊന്നും എടുക്കണമല്ലോ, എങ്കിൽ നമുക്ക് ഫുഡ് വേണം. ഫുഡ് നമുക്ക് അത്യാവശ്യം. പിന്നെ നമുക്ക് രാത്രിയാവുകയാണെങ്കിൽ ബെഡൊന്നും കിട്ടിയില്ല, നമുക്ക് ഇവിടെ തന്നെ തങ്ങാം. ഓ, എന്തോ പടേ. തണ്ണിമത്തൻ ഇതിങ്ങനല്ലോ, വെള്ള കണ്ണുള്ള സോംബി, ഹീറോ ബ്രെയിൻ സോംബി അതുപോലെ. മൈ ഗോഡ്, അങ്ങനല്ലേ വെറൈറ്റി സോംബീസ്. അതെ, ഷീപ്പു ക്രാഫ്റ്റിന് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും ഈ ബാമ്പൂടെ അവിടെ ഈ ബാമ്പു ഫോറസ്റ്റിൽ കുറേ മരമുള്ളുണ്ട്. അങ്ങനത്തെ പല സോംബികളും ചാവാണ്ടിരിക്കണ്ടായിരിക്കും ഇതുപോലെ. അതിൻ്റെ കൊച്ചു സോംബി. അയ്യോ, അല്ലെങ്കിലും നമ്മൾ സാധാ മൈൻക്രാഫ്റ്റിലും കൊച്ചു കുണ്ടനെ ഇഷ്ടമല്ല എനിക്ക്. ഇപ്പം അപ്പോക്കലിപ്സ് കളിക്കാനും സമ്മതിക്കൂല. എന്ത് ചത്തില്ല അവൻ? ചത്തോ? കൊച്ചുകുണ്ടൻ. നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ കിട്ടിയതല്ലേ. ഓക്കെ, അത് ഇപ്പം നമ്മൾ ഷീപ്പിനെ കണ്ടായിരുന്നു. ഷീപ്പ് ഇവിടെ. നമുക്ക് കാര്യം ചെയ്ത് ഈ ബാംബു ഫോറസ്റ്റിൽ നിന്ന് മാറിക്കാം. ഇല്ലെങ്കിൽ അതല്ല കടുവയോ? അല്ലല്ല, പുലി. അയ്യോ, പൂച്ച ചുറ്റുരുവാവേ. ഓക്കെ, നമുക്ക് തണ്ണിമത്തൻ. പക്ഷെ നമുക്ക് തണ്ണിമത്തൻ വലിയ ഹങ്കറൊന്നും തരത്തില്ല അല്ലേ. തണ്ണിമത്തൻ ഒട്ടും ഹങ്കർ തരത്തില്ല, ഒരു അര ഹെൽത്തൊക്കെ തരത്തുള്ളൂ. എനിക്കറിയത്തില്ല, ഇവിടെ നിന്ന് മാറിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണത്. കുറച്ച് ലാഗുണ്ടല്ലേ. എൻ്റെ പന്നി, നീ സോംബിയുടെ കൂട്ടത്തിലുള്ളതാണോ? സത്യം പറയട്ടെ,
ടെക്നോബ്ലേഡ്. നമുക്ക് ഇവിടെ നിന്ന് മാറിക്കാം. എടാ ഈ വേൾഡ് ഫുള്ള് ബാമ്പ് ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ മോഡ് പാക്കിൽ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഈ എർത്ത് വോം എന്ന് പറഞ്ഞൊരു മോഡ് പാക്ക് ഉണ്ട്. അതിൽ സാൻഡ് ബയോ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇനി സോംബി അപ്പോക്കലിപ്സിലും ഇനി അല്ല അപ്പുറത്തുണ്ട് അങ്ങോട്ടോ അപ്പുറത്ത് ഫോറസ്റ്റ് ബയോമാണ്. നമുക്ക് ഫസ്റ്റിനൊരു ബുക്ക് തന്നായിരുന്നു. ഓക്കെ നമുക്ക് അത് ഈ സാൻഡ് ബയോമിൽ തന്നെ ഒരു വീട് പണിയാം, ഒരു പരന്ന സ്ഥലം. അപ്പോൾ കേസ് ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 2 സീരീസ് വരുന്നതായിരിക്കും. ഓക്കെ നമുക്ക് സ്റ്റോൺ ടൂൾസ് ആവാം. അതിന് മുമ്പ് ചെറിയൊരു കേവ് കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ നല്ല ഉപകാരമായിനി. കുറച്ച് അയം കിട്ടിയായിരുന്നെങ്കിൽ ആർമർ സെറ്റാക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വുഡും കാര്യങ്ങളും കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അവന്മാർ വന്നു കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യാൻ നല്ല പാടായിരിക്കും. ഇത് മുതലാ പരന്ന സ്ഥലം കിട്ടി. തൽക്കാലം നമുക്കിപ്പോൾ ബേസ് വയ്ക്കണ്ട. ഇപ്പം നമുക്ക് ചെറിയൊരു കുടിൽ പണിയാം. ചെറിയൊരു കുടിൽ, അതായത് ഒരു വില്ലേജിനേക്കാൾ ചെറുതായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇപ്പോൾ രാത്രിയാവുക, മരൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാ, പേടിയാവണോ. സൂപ്പർ. പെട്ടെന്ന് പ്ലാൻ കൊണ്ടാക്കോ. ഓക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം നമ്മൾ ഫസ്റ്റ് കളിക്കുമ്പോൾ ന്യൂബടി. കാരണം എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി, കുന്തും അറിയത്തില്ല. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നല്ല പ്രശ്നം വരും, ദണ്ണം വരും. എനിക്ക് ബെഡില്ലാന്നില്ലെങ്കിൽ ഞാൻ ധീരനായനെ. പക്ഷേ ബെഡില്ല, അത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മര്യാദയ്ക്ക് ഒരു പേടിയില്ലാണ്ട് പതുക്കെ ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ബ്ലോക്ക് വയ്ക്കണം. എന്നിട്ട് ഇതിന് മണ്ടയിൽ കയറി നമുക്ക് നോക്കാം, നിരീക്ഷിക്കാം, കണ്ണുകൾ കൊണ്ട് നിരീക്ഷിക്കാം. മിക്കവാറും ഇത് ചവിട്ടി മിക്കവാറും സോംബീസൊക്കെ ചാടി വരാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയത്തില്ല. ഓക്കെ ഇവർ രണ്ടുപേരും നമ്മുടെ സാധാ വീട്ടിൽ ഉള്ളതാ. പക്ഷെ അവിടെ ഇരിക്കണതിന് മൈ ഗോഡ്, ഇത് നിങ്ങൾ കണ്ടോ? വെള്ള കണ്ണുള്ള ജീവി, അത് സോംബി അപ്പോക്കലിപ്സാ. ഇവർ നമ്മൾ അടിക്കുമ്പോൾ സാധാ സോംബീനൊക്കെ പവർ ഉണ്ടാവും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. സാധാ സോംബിനൊക്കെ പവർ ഉണ്ടാവും. അതായത് ഇപ്പോൾ സാധാ സോംബി നമുക്ക് 2 ഹെൽത്ത് തന്നെങ്കിൽ ഇവരതിൻ്റെ ഇരട്ടി 4 ഹെൽത്ത് ആയിരിക്കും തന്നെ അത് അടിക്കണത്. പിന്നെ ഇത് റിയൽ സോംബി അപ്പോക്കലിപ്സ് അല്ലാത്തതുകൊണ്ട് ഇവർ ഓടി വന്നില്ല. റിയൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓടി മറിഞ്ഞു വന്നേനൊക്കെ ഒരു ബേബി സോംബിനെ പോലെ. അതാണ് ഈ കളി. അയ്യോ എടാ മോനെ ഒന്നുമില്ല, പൊട്ടല്ലേ. കുത്തിച്ച് അവിടെ ഇരിക്കണ്ട കേട്ടോ, തിരിക്കണ്ട, അടച്ചോ. ഓക്കെ നമുക്കിനി പതുക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഈ വീട് നമുക്ക് പതുക്കെ മോഡിഫൈ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം വെട്ടമില്ലാതെ കുത്തിയിരിക്കാൻ വളരെ രസമാണ്. ഓക്കെ നമുക്ക് ടോർച്ചിൻ്റെ റെസിപ്പി എന്ത്? അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ടോർച്ച് ഉണ്ടാക്കാൻ അറിയാം. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ, ഒറ്റയ്ക്ക് വഴി വെട്ടി. എടാ എൻ്റെ സ്റ്റിക്ക് എന്തേ? സ്റ്റിക്ക് കിട്ടി. സ്റ്റിക്ക് ഇവിടെ വെച്ചിട്ട് കോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് ഒരു 8 എണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ 8 എണ്ണം ഇവിടെ കുത്തിയിരിക്കാം. ഒരെണ്ണം മതി, വേണ്ട. ഓക്കെ വെറൈറ്റി സോംബീസിനെ കാണാം. പൊട്ടരുത്, അയ്യോ പാണ്ടിക്കരിമ്പാറ. ഓക്കെ അതൊക്കെ ഉള്ളിലോട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഈ വീട് കുറച്ച് വലുതാക്കാം. വല്ല മണ്ണും വെച്ച് വിടുകയാണ് ഞാൻ ചേർന്നു. ഓക്കെ ഇനി നമുക്ക് ഇതാക്കണ്ടേ ഈ ഒരു മേൽക്കൂര വലുതാക്കാം. കാരണം ക്രീപ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞില്ല 100 ഏജ്. ഇപ്പം നമ്മൾ സേഫാണ്. അതോ ഭയങ്കര സേഫാ. തലമണ്ടിക്കടി കിട്ടിയാനേ. ഓക്കെ നമ്മുടെ സുധിനേക്കാൾ വലിയ വീടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വീടില്ല. പിന്നെ നമുക്ക് കുറച്ച് റീസോഴ്സും കാര്യങ്ങളും കളക്ട് ചെയ്യാം. ബൈ ദ ബൈ ഞാൻ എന്തൊക്കെ കാര്യം ചെയ്യാനുള്ളത്. സ്റ്റോൺ ടൂളൊന്നും ആയിട്ടില്ല. സ്റ്റോൺ അതിന് വേണ്ടേ? ഒരു കാര്യം ചെയ്യാം,
ഈ സ്റ്റോൺ എടുക്കണു അപ്പം തന്നെ പ്ലാങ്ക് വയ്ക്കണു. ഇത് സ്കില്ല് നീ കണ്ടോ? നിങ്ങൾ കണ്ടോ കേസ് എൻ്റെ സ്കില്ല് ഉണ്ടോ? വയ്ക്കണു അപ്പം തന്നെ പ്ലാങ്ക് തിരിച്ചു വയ്ക്കണോ? അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു ഇതാന്നേ. ഇനി നമുക്ക് അടിയിൽ പോയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിതാ 22 സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. മതി, ഒരു സ്റ്റോൺ ടൂൾസ് ഒക്കെ ആവാൻ ഇത് മതി. ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഫുൾ സ്റ്റോൺ ടൂൾസ് ആയി. അയ്യോ, ഞാൻ അതിൻ്റെ ഒരു ആക്സ് വെറുതെ ക്രാഫ്റ്റ് ചെയ്തേ. മണ്ടത്തരം മാത്രം ചെയ്യുള്ളൂ. അതുകൊഴപ്പില്ല, ഈ ഒരു ആക്സ് എന്തായാലും കഴിക്കട്ടെ, എന്തായാലും പൊട്ടൂലോ. ഓക്കെ, നമ്മൾ ഫുഡ് റെഡിയായി, സ്റ്റോൺ ടൂൾസ് റെഡിയായി, ചെറിയൊരു ഭവനം റെഡിയായി. തീരാറിയതല്ലേ സൂര്യൻ തൊടാ എത്തി. എടാ വെറുതെ ഈ ഉടമ്പാടുണ്ടാക്കിയതാ, ഒരു അടി പോലും അടിച്ചില്ല. ഗൈസ്, നമുക്കിങ്ങനെ പേടിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ ഇറങ്ങി കളിക്കാൻ പോവാണ്. ഇറങ്ങി വന്നവനാണ്. ഓക്കെ, വാടാ. ക്രീപ്പറൊന്നും വരരുത് കേട്ടോ, ഇത് സോംബി അപ്പോക്കലിപ്സിൻ്റെ ഒരു ഇതാ. പേടിച്ചോടാ, മാറിക്കളാ. കണ്ടേ, ഇതൊക്കെ സാധാരണയാന്നേ. അങ്ങനെ വിളിച്ചത്. എടാ എത്ര ഹാർട്ടഡായി പോണേ എൻ്റെ പൊന്നെ. ഓടറാ, അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ കേസിമാർക്ക്. സൂക്ഷിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ സാധാരണ ഓപ്ഷൻ ഇങ്ങനെ. ഇവിടെ എത്ര അടിയാണ് അടിക്കുന്നത്. എടി എന്തോന്നാണ് അത്? ഇവിടെ അവർ അടി അടിക്കണ്ടല്ലേ. 10-15 എടുക്കുക വെച്ചോ. അതും പിന്നെ ഇത് ഈ ഒരു സോംബീസിന് വലിയ പ്രത്യേകത ഉണ്ട്. ഒരു സിനിമാറ്റിക് ഒരു സോംബീസാ. അല്ലാത്ത സോംബീസ് എല്ലാം ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, നീല ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട്. ആ മൈ ഗാഡ്, നമ്മൾ തോറ്റില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ പാർട്ടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇവിടെ വെച്ച് നിർത്തുകയാണ്, അത്രേ ഉള്ളൂ. ആരൊന്നും ചോദിക്കരുത്, കമൻറ്റിൽ പോയി എല്ലാവരും തെറി വിളിച്ചു തന്നെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പാർട്ട് 2 ഉറപ്പായിട്ടൊരു കിടിലം ബേസും ഇപ്പം ചെയ്ത പോലെ തന്നെ അവിടെ നല്ല ബേസൊക്കെ പണിയായിരിക്കും. അപ്പോൾ ബൈ ബൈ, സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോകണേ.